മലയാളക്കരയിൽ വിരുന്നെത്തുന്ന മാവേലി മന്നൻ ഉത്തര മലബാറിലെ വീടുകളിൽ ഓണപ്പൊട്ടൻ, ഓണേശ്വരൻ അങ്ങനെയൊക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. നമ്മളിവിടെ മാവേലി എന്ന് പറയും. ദൈവങ്ങൾ തെയ്യക്കോലങ്ങളായി അവതരിക്കുന്ന വടക്കൻ മലയാളത്തിൽ മഹാബലിയും തെയ്യമായി നാട് കാണാനായിട്ട് ഇറങ്ങുന്നു എന്നതാണ് ഇതിന് പിന്നിലുള്ള കഥ. ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് ഓണപ്പൊട്ടൻ വീടുകളിലേക്ക് എത്തുന്നത്. ഇന്നിപ്പോൾ മലബാറിലെ വീടുകളിലേക്കൊക്കെ ഓണപ്പൊട്ടൻ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഓണപ്പൊട്ടനെ നമുക്ക് ഒന്ന് കണ്ടുവരാം. നമുക്ക് ആ ഓണപ്പൊട്ടനെ പരിചയപ്പെടുത്തി തരുന്നത് VS രഞ്ജിത്ത്. തെയ്യക്കാലത്തിനിപ്പുറം ഒരു തെയ്യക്കോലം. ഓണപ്പൊട്ടൻ വേഷവിധാനങ്ങളിൽ തെയ്യത്തിനൊപ്പമാണ്. മുഖത്തെഴുത്തും ഉടുത്തുകെട്ടുമെല്ലാം സമം. മണികിലുക്കി ഒറ്റച്ചണ്ടയുടെ താളത്തിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഓണപ്പൊട്ടൻ ഓരോ വീടുകളിലും എത്തും. വടക്കേ മലബാറുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഓണപ്പൊട്ടൻ. അത്തം മുതൽ ഓണം വരെ മുറ്റത്ത് പൂക്കളമൊരുക്കി കുട്ടികളും വീട്ടുകാരും ഓണേശ്വരനെ അല്ലെങ്കിൽ ഓണപ്പൊട്ടനെ കാത്തിരിക്കും. ഓണത്തിന് അനുഗ്രഹം ചൊരിയാൻ വരുന്ന ഈശ്വരനായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഓണേശ്വരൻ എന്നും ഒരു പേരുണ്ട്. ഓണേശ്വരന്റെ അനുഗ്രഹം സമൃദ്ധി തരുമെന്ന് വിശ്വാസം. പൂക്കളൊരുക്കി വെള്ളവും വിളക്കും വെച്ച് മാലോകർ ഓണത്തപ്പനെ കാത്തിരിക്കും. ഓണക്കാലമാകുമ്പോഴേക്കും പൂക്കളമൊരുക്കി ഞങ്ങൾ ഓണപ്പൊട്ടനെ കാത്തു നിൽക്കാറുണ്ട്. ഓണപ്പൊട്ടൻ്റെ അനുഗ്രഹം വാങ്ങിയാൽ ഞങ്ങൾക്ക് ആ വർഷം തോറും അനുഗ്രഹമുണ്ടെന്നാണ് വിശ്വാസം. പല നാടുകളിൽ പല വിധത്തിൽ ഓണത്തപ്പന്റെ വരവ്. മലയാളികൾ ആധിയും വ്യാധിയുമില്ലാതെ ഒന്നായി കഴിഞ്ഞിരുന്ന ഓർമ്മകളുടെ മണികിലുക്കം കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.